ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം, അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തിനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമായിരുന്നു. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രയോ ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ആ, എന്റെ കൈകൊണ്ട് വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു ചോദിക്കുന്നതിന്റെ ഉദ്ദേശം സ്വപ്നം. സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ? അത് പ്രശ്നം വെച്ച് എരപ്പാളയോട് ചോദിക്കണം. എന്താണോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നത് ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ സംസാരിച്ചാൽ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്ര മാത്രം അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. താഴെ പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. ആരും മിണ്ടരുത്, ആരും മിണ്ടരുതെന്ന്. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും ആയ സ്ഥിതിക്ക് രണ്ടിലും നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണോ ഒഴുക്കുന്ന ആള്? കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതാ മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു അടിയടാവനെ. ആരെ ആരെ വേണമെങ്കിൽ അടിക്കട്ടെ, നമുക്കെന്ത് പൂജ. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്? തന്റെ അമ്മായി അമ്മയുടെ കല്യാണം. അയ്യോ, ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില വന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ രവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ടാ, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ച് ഇങ്ങോട്ട് വാ. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറും. മാഷ അറിഞ്ഞോ? എന്ത്? ചായക്കടക്കാരൻ അയ്യപ്പനാരുടെ മോളെ കിണറ്റി ചാടി. റാണി, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്നോട് ഈ ചതി വേണമായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളേ. അറിയാതെ അയ്യപ്പൻ ചേട്ടാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്ത് സമാധാനമാണോ? എന്റെ മോളെ കൊന്ന കാലം വന്നേ. ഇത് എന്തിനാണാ വരുന്നത്? ദൈവം ചോദിച്ചോളുവേ. അയ്യോ അയ്യോ.
വയ്യ കേട്ടോ. എന്റെ അമ്മ ഇച്ചിരി വെള്ളം താ. എനിക്ക് വയ്യേ എന്റെ അമ്മോ. പുല്ല് പൊന്നു മോളെ, എന്റെ മോളെ. റാണി, എന്ത് വിവരക്കാരാ മോളെ നീ കാണിച്ചത്? മാഷ് പറഞ്ഞില്ലേ ഇനി കാണണ്ടെന്ന്? മാഷ് പറഞ്ഞില്ലേ ചത്തോളാൻ? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ആളുകൾ കണ്ടോണ്ട. ഇല്ല, ഞാനിപ്പോ ചത്തേനെ. അപ്പൊ തരില്ല മാഷിന്റെ വിഷമം. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ഞാനില്ലേ നിനക്ക് വണ്ടി? കളി ജയിച്ചു. ഇങ്ങോട്ട് നോക്കണോ? എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റ് കൊടുത്താൽ 1000 തരാം, 10000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ. തെണ്ടിയുടെ മോൻ. ആ, അയാളെ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നില്ലേ നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം. അപ്പൊ ഞാനോ? അവസാനം ഞാൻ ഗോപി വരയ്ക്കണം. അത് നീ വരച്ചോ? ഏ? അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് നാട് വിടാം. ഇതൊക്കെ നടക്കുവോ? നടത്തി കാണിച്ചു തരാം. ഈശ്വര, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി. ഇങ്ങനെയാണോ വെള്ളം പറ്റിക്കുന്നേ? എന്റെ പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി എന്നാലേ കുളത്തിലെ വെള്ളം വച്ചു. എടോ കളിതമാശ കള. ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കണോ? പ്രശ്നം വെക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരടോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശരീര ദൃഷ്ടിയുള്ള ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ജനി കുഴക്കല്ലേ. മോനെ അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമാ. പഞ്ഞത്തരം കളിക്കരുത്. വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരാ. വെള്ളം വെള്ളം വെള്ളം.
മധ്യേ കമലദളം. ദാ നോക്ക നോക്ക. പാഴ കൊണ്ടുവാ. പാഴ വെട്ടി പൊളിക്കാൻ. പാഴ. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കൂടോ അന്തുവേ. കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസം ഇല്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങളിത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നിധിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം. എടുത്തു കൂടെ ചന്തുവേ. തോമ ആ, 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 ആ. ആഞ്ഞു വെട്ടിക്കോളൂ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്നാ നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോണം. പകട്ട് കള്ളം പറയില്ല മുതലാളി. കൂടിയ 3 അടി താഴ്ച. സൂര്യപ്രഭോ നിധി. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നിധികുംഭം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമാ. എന്റെ ഈശോ. നിക്ക് നിക്ക്, ഏ? വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ, എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ. പറഞ്ഞ വാക്ക് 3-1. എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. ഏ? 3-1. അപ്പൊ പിന്നെ തോമായോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടവും ഓടിട്ട ഒരു വീടും കള്ള് ഷാപ്പിനടുത്ത്. ആ. പൊടിയകത്ത് ഒരെണ്ണത്തിന്റെ തല പുറത്ത് കണ്ടുപോയി വിട്ട് ഞാൻ കൂടാനിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല. നോക്കി നിൽക്കാൻ വ്യക്തമാ. രക്ഷയല്ലേ? എന്താ കൂടെ അവിടെ വെട്ടിക്കോളൂ. അങ്ങനെ സേതു, സേതു, എന്താ ഈ നേരത്ത്? നാളെ കാലത്തുള്ള ഫസ്റ്റ് ട്രെയിനിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എന്താ പെട്ടെന്ന്? വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. ആ, ദാസേട്ടന്റെ കല്യാണം തീരുമാനിച്ചു. അമ്മയോട് പറയണം. ഒത്താൽ കൂട്ടിക്കൊണ്ട് പോരണം. പോകുന്നതിന് മുമ്പ് എന്തോ സേതുവിനെ കണ്ട് യാത്ര പറയണം തോന്നി. എന്ന് തിരിച്ചു വരും? കഴിയുന്നതും പെട്ടെന്ന്. വരാതെ പറ്റില്ലല്ലോ. അതെന്താ? ഈ പാതിരാക്കി ഇങ്ങനെ പറയേണ്ടതല്ല. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയട്ടെ. എന്ത്? എനിക്ക് സേതുവിനെ ഇഷ്ടമാണ്. വേഗം വിട്ടടോ ചന്തുവേ. നോക്കി നിൽക്കാതെ. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരും ഉറങ്ങിയില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നടുമുറ്റത്തെ കുളം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിക്കേ? അതിനർത്ഥം കണ്ട നിധിയുണ്ട് പോലും. അതുകൊണ്ടാണ് അത്ര വീട് ഒഴിപ്പിച്ചത്. നിധിയോ? പണ്ട് ഗോപന്റെ കയ്യിൽ ഒരു ചെമ്പുതടി കിട്ടിയില്ലേ, അതിൽ നിന്നാണ് അത്ര വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോ അതിനായിരുന്നല്ലേ സേതുവിന്റെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് ചെയ്യാൻ പറ്റും? കാശെന്ന് പറഞ്ഞാൽ അച്ഛന് വല്ലാത്തൊരു ആർത്തിയാ. നല്ലൊരു ഷോക്ക് കൊടുത്താലേ പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ദൈവമേ, കിഴക്ക് വെള്ളം കയറി തുടങ്ങി. എടാ തന്തുവേ, ആദ്യം പിടിച്ചാൽ എങ്ങനെയാ? വേവുന്നവരെ ഇരിക്കാമെങ്കിൽ പിന്നെ ഗണകോ. ഓ, മുക്കോൽ ത്രിയങ്കുലം. അതായത് 3 കോലും 3 അങ്കുലവും. അതാണ് പ്രധാനപ്രകാരം കുഴിയുടെ അളവ്. ഇനി എത്ര ബാക്കിയുണ്ട്? കൂടിയ 3 അടി താഴ്ച. 2 അടി. കുംഭത്തിന്റെ മുഖഭാഗം കണ്ടു. മോനെ ചക്കരെ, കുടത്തിന് എന്ത് വലിപ്പം കാണൂടോ? പുഞ്ചലവസ്തകോ. മനസ്സിലാകുന്ന ഭാഷ പറയടോ. അതായത്
ഒരാനക്കുട്ടിയുടെ മസ്തകത്തിന്റെ താലയുടെ വലിപ്പം. അതാണ് ഒത്തല്ലോ. തോമ, ഇയാൾ എവിടുന്ന ഇത്ര കുടിച്ചു വന്നേ? എന്താടോ പന്നി പട്ടയടിച്ച് ഔട്ടായി. കുരുത്തദോഷി, മാറ്റിയിടവനെ. ഇനി ഞാൻ കുടിക്കാം. വേണ്ട, മേലെ അനക്കണ്ട, ഞാൻ വെട്ടിക്കോളാം. പണ്ട് ഞാനും കുറെ കുഴി വെട്ടിയതാ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. മാറണല്ല. മുതലാളി തുറക്ക് പിള്ളേച്ച, ഞാൻ തുറന്നോളാം. എന്റെ കൂടെ ഞാൻ തുറന്നോളാം. കണ്ണിക്കാരിക്കണം. എന്റെ പുറകെ വന്നോ വെട്ടും ഞാൻ. മാറിക്ക് പോയിക്കോ. മര്യാദ ചെയ്യണടാ. തെണ്ടി നിക്കടാ. എല്ലാത്തിനും വെട്ടും ഞാൻ. പോവാനാ പറഞ്ഞത്. എടോ, താൻ ഗണകനാണെങ്കിലും തന്നേക്കാൾ മുമ്പ് ഗണിക്കുന്നവനാണ് ഞാൻ. തന്റെ അപ്പൂപ്പന്റെ ബുദ്ധിയല്ല എന്റെ അപ്പൂപ്പന്റെ ബുദ്ധി. താൻ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിനാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. കുത്തി കൊടലെടുക്കും. ഞാൻ നോക്കട്ടെ. പണിക്കരേ, ക്ഷമിക്കണം പണിക്കരേ, കാര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോളാം. ആരും കൂടണ്ട. ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളോ? ആരായി ഞങ്ങള്? ആ, നമ്മളെ അതങ്ങ് മനസ്സ് വെച്ചേക്കളവാ. തനിക്ക് കാര്യസ്ഥം പടിയും കൊനസ്റ്റ് ബുദ്ധിയും തന്നെയാ നല്ലത്. ഏതായാലും താങ്ക് യു വെരി മച്ച്. വരട്ടെ. അയ്യോ, കളിതമാശ പറയല്ലേ പിള്ളേരെ. കളിതമാശയൊന്നുമല്ല, ഞങ്ങൾ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കണ്ടെന്ന് തന്റെ ഇരവിപ്പുള്ളോട് പറഞ്ഞേരെ. എവിടെയെങ്കിലും കുറെ തെങ്ങും തോപ്പോ എസ്റ്റേറ്റോ വാങ്ങിച്ചിട്ട് ഞാൻ പെണ്ണി വയ്ക്കാൻ വരുമെന്ന് അയാളോട് പോയി പറഞ്ഞേക്ക്. ഞാനും പിടിക്കണ കളമാരെ ചത്താലും ഓടിക്കോ. തൊണ്ടി പറയണോ? അയ്യോ
ആ തെണ്ടിക്കാളന്മാര് കൊണ്ടുപോയേ, നിധി കൊണ്ടുപോണേ, എന്റെ നിധി കൊണ്ടുപോയേ, ആ കള്ള കണിയാനും ചതിയൻ ചന്തു എന്റെ നിധി കൊണ്ടുപോയേ, അവരെന്റെ നിധി കൊണ്ടുപോയേ, എന്റെ നിധി. ആർക്ക് പിടുത്തം കൊടുത്താലും പോലീസിന് പിടുത്തം കൊടുക്കല്ലേ കളിക്കരെ. നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ യൂണിയൻ പോലും ഇല്ലാത്തത്. എന്റെ നിധി കൊണ്ടുപോയി. ഞാൻ അമ്മയെ പറഞ്ഞതാ ജോത്സ്യ യൂണിയൻ ഉണ്ടാക്കണമെന്ന്. അന്ന് ആരും കേട്ടില്ല. ഇപ്പൊ ഞാനിതാ കടന്നു പോകുന്നത്. അറിയാവോ? ഇതെന്റെ വകയാണ്, ഞാൻ തരില്ല. ഇതെനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. ഞാൻ തരില്ല, തരില്ല. എന്റെ നിധി ഭൂമിന്ന് കിട്ടുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതെന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതാണ് സാറേ അതിന്റെ ന്യായം. അയ്യോ മാറ് മാറ് മാറാൻ. അവൻ ചായ പെണ്ണും കൊണ്ടുപോയി. ഇവിടെ കിട്ടി.
പിള്ളേച്ച ആരാ? വീട് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ?